വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് എഡ്യൂക്വസ്റ്റ് ആണ്. എഡ്യൂക്വസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, കോഡിംഗ് തുടങ്ങിയ വിവിധയിനം വിഷയങ്ങളിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വയം പഠിക്കാവുന്ന ക്ലാസുകളും വിദഗ്ധ പരിശീലകരോടൊപ്പം ലൈവ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. ഗെയിമിഫൈഡ് പഠന രീതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ പ്രായോഗിക പ്രൊജക്റ്റുകളിൽ പരിശീലിക്കാനുമുള്ള സൗകര്യമുണ്ട്. കോഴ്സുകൾ തമിഴിലും ഇംഗ്ലീഷിലുമാണ് ലഭ്യമായിട്ടുള്ളത്. സർട്ടിഫിക്കേഷൻ നേടി നിങ്ങളുടെ കരിയർ മുന്നോട്ട് നയിക്കുവാൻ വില കുറഞ്ഞ കോംബോ ഓഫറുകളും എഡ്യൂക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എഡ്യൂക്വസ്റ്റിന്റെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് സന്ദർശിക്കുക. The struggle to find courses that truly speak your language, it's finally over. Welcome to EduQuest, where learning is made just for you. At EduQuest, we bring you a wide range of online courses, from career building programs to skill boosting masterclasses, all in your regional language. Because we believe language should never be a barrier to success. Our courses are tailor-made after understanding what today's learners really need. So why wait? Start learning the smarter, simpler way only with EduQuest. Visit eduquest.courses and explore your next course today. And hey, don't miss out on our exciting offers and promotions. ലാലു അലക്സ് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു അഭിനേതാവാണ് മൂവാറ്റുപുഴ താലൂക്കിലുള്ള പിറവം സ്വദേശിയായ ലാലു അലക്സ്. വില്ലൻ വേഷങ്ങളിൽ കൂടി സിനിമാ ലോകത്തേക്ക് വന്ന ലാലു ഇപ്പോൾ സ്വഭാവ വേഷങ്ങളാണ് കൂടുതലായി കൈകാര്യം ചെയ്യുന്നത്. 3 പതിറ്റാണ്ടുകളായി മലയാള സിനിമകളിൽ സജീവമാണ് ലാലു അലക്സ്. 250 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പിറവം താലൂക്കിൽ വി.ഇ. ചാണ്ടിയുടെയും അന്നമ്മയുടെയും മകനായി 1954 നവംബർ 30 ജനിച്ചു. റോയ്, ലൈല എന്നിവർ സഹോദരങ്ങളാണ്. ബെറ്റിയാണ് ഭാര്യ. 1986 ഇവരുടെ വിവാഹം. ബെൻ, സെൻ, സിയ എന്നിവർ മക്കളാണ്. കോളേജ് പഠനത്തിന് ശേഷം ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യവേ 1978 പുറത്തിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന പ്രേം നസീർ നായകനായ ചിത്രത്തിൽ വിക്രമൻ എന്ന ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തുകൊണ്ടാണ് ലാലു അലക്സ് സിനിമാ ജീവിതം തുടങ്ങുന്നത്. തുടർന്ന് ശ്രീകുമാരൻ തമ്പി, IV ശശി, ജോഷി, കെ മധു, ബാലചന്ദ്ര മേനോൻ എന്നിവരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 1980 മുതൽ 1990 വരെ കൂടുതലും വില്ലൻ വേഷങ്ങളാണ് ചെയ്തത്. 1990 ശേഷം വില്ലൻ വേഷങ്ങളിൽ നിന്ന് സ്വഭാവ നടനായും സഹനടനായും അഭിനയിച്ച ശേഷം കോമഡിയിലേക്ക് വഴിമാറി. ഡയലോഗ് അവതരിപ്പിക്കുന്നതിലെ ആകർഷണീയതയാണ് ലാലുവിൻ്റെ പ്രധാന പ്രത്യേകത. ഇത് അദ്ദേഹത്തെ കൂടുതൽ പ്രേക്ഷകരുടെ പ്രിയ താരമാക്കി മാറ്റി. ഇക്കാലയളവിൽ 250-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച ലാലു അലക്സ് 3 തമിഴ് സിനിമകളിലും വേഷമിട്ടു. 2004 മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം മഞ്ഞുപോലൊരു പെൺകുട്ടിയിലെ അഭിനയത്തിന് ലാലു അലക്സിന് ലഭിച്ചു. ലാലു അലക്സ് അഭിനയിച്ച ഏതാനും ചില സിനിമകൾ: ഇടിയൻ ചന്തു, നടന്ന സംഭവം, ഇമ്പം, ഗോൾഡ്, മഹാവീര്യർ, ബ്രോഡാഡി, പിടികിട്ടാപ്പുള്ളി, വരനെ ആവശ്യമുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, 18-ാം പടി, സൂത്രക്കാരൻ, വകതിരിവ്, നോൺസെൻസ്, ഐക്കരക്കോണത്തെ ബിഷുങ്കരന്മാർ, ഒരു കുട്ടനാടൻ ബ്ലോഗ്, പരോൾ, ആകാശവാണി, ജോ ആൻഡ് ബോയ്, ചിറകൊടിഞ്ഞ കിനാവുകൾ, അമ്മയ്ക്കൊരു താരാട്ട്, ഹൗ ഓൾഡ് ആർ യു, മൈ ഡിയർ മമ്മി, സലാം കാശ്മീർ, ഒന്നും മിണ്ടാതെ, ഹാപ്പി ജേണി, വില്ലാളി വീരൻ, വെള്ളി വെളിച്ചത്തിൽ, പട്ടം പോൽ, പ്രോഗ്രസ് റിപ്പോർട്ട്, ABCD, മാഡ് ഡാഡ്, ഓർഡിനറി, സീനൊന്ന് നമ്മുടെ വീട്, കാസനോവ, സിനിമാ കമ്പനി, കോട്ടയം ബ്രദേഴ്സ് കോബ്ര, നവാഗതർക്ക് സ്വാഗതം, ഇന്ത്യൻ റുപ്പി, ഉലകം ചുറ്റും വാലിബൻ, കില്ലാടി രാമൻ, പയ്യൻസ്, മമ്മി ആൻഡ് മീ, നായകൻ, സുൽത്താൻ, പച്ചമരത്തണലിൽ, ദി ഡോൺ, ഭരത് ചന്ദ്രൻ IPS, വെക്കേഷൻ, ഡിസംബർ, പുലിവാൽ കല്യാണം, ക്രോണിക് ബാച്ചിലർ, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ,
സയാമീസ് ഇരട്ടകൾ, കൺകെട്ട്, ഒരുക്കം, സൺഡേ, മൂന്നാം മുറ, അടുക്കാൻ എന്തെളുപ്പം, ന്യായവിധി, ഒപ്പം, ഒപ്പത്തിനൊപ്പം, മലരും കിളിയും എന്നിങ്ങനെ പോകുന്നു ആ നീണ്ട നിര. മലയാളികളുടെ പ്രിയങ്കരനായ ലാലു അലക്സിന് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇനിയും ചലച്ചിത്ര രംഗത്ത് സജീവമായി മുന്നേറാൻ കഴിയട്ടെ, ഉയരങ്ങളിൽ എത്തപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.